Hi friends, Bytz in the പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് എക്സ്പെൻസീവ് ആണ്. We are doing an unboxing of iPhone 14 Plus. ആക്ച്വലി ഞങ്ങൾ ഈ ഫോൺ വാങ്ങിച്ചിട്ട് 1 വീക്കായി. ഞങ്ങൾ ഒരു 1 വീക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു യൂസർ റിവ്യൂ പോലെയും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് 1 വീക്ക് വെയിറ്റ് ചെയ്തത്. ഞങ്ങളിത് വാങ്ങിച്ചത് റിലയൻസ് ഡിജിറ്റൽ നിന്നാണ്. 89,900 ആണ് MRP എങ്കിലും ഞങ്ങൾക്ക് കിട്ടിയത് 85,000-നാണ്. പിന്നെ ഈ ഐഫോൺ വന്നിട്ട് ഇപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരുപാട് ഓഫേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. മാക്സിമം ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സാണ്. ICICIക്കൊക്കെ 10,000-ൻ്റെ ഒക്കെ ഓഫേഴ്സ് ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ICICIൻ്റെ ഒന്നും കാർഡ് ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ റിലയൻസിൽ പോയിട്ടൊന്ന് ഫീൽ ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയും സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളതൊന്ന് നന്നായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണമല്ലോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയതാണ്. അപ്പം കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. അപ്പം നമുക്ക് ടപ്പ് എന്നൊന്ന് പർച്ചേസ് വീഡിയോ കണ്ടിട്ട് വരാം. ബോക്സ് നമ്മൾ ഓൾറെഡി ഷോപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്തതാണ്. എന്നാലും നമുക്ക് ഒന്നും കൂടെ നോക്കാം ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന്. ദിസ് ഈസ് അവർ iPhone 14 Plus ആൻഡ് ഇവിടെ ഇവർ തന്നിരിക്കുന്നത് Type-C to Lightning കേബിൾ ആണ്. ഇതാണ് നമ്മുടെ ചാർജിങ് കേബിൾ. ആൻഡ് ആസ് യൂഷ്വൽ ആപ്പിൾ നമുക്ക് അഡാപ്റ്റർ തന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് തന്നിരിക്കുന്നത് ഹിയർ നമ്മുടെ സിം ഇജക്റ്റിംഗ് ടൂൾ, ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ആൻ ആപ്പിൾ ലോഗോ. ഇത്രയാണ് നമുക്ക് ബോക്സിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ആപ്പിൾ നമുക്ക് പവർ അഡാപ്റ്റർ തരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ 20 വാട്ടിൻ്റെ ഒരു പവർ അഡാപ്റ്റർ വാങ്ങിച്ചു. ആൻഡ് ഇതിന് കോസ്റ്റ് ആവുന്നത് 1900 ആണ്. iPhone 14 Plusൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അലൂമിനിയം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ ആസ് യൂഷ്വൽ ആപ്പിളിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ മോഡ്യൂൾ വന്നിട്ട് കുറച്ച് പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഇതിൽ 2 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 12 MP പ്രൈമറി ക്യാമറയും പിന്നെ ഒരു 12 MP തന്നെ വൈഡ് ആംഗിൾ ക്യാമറയും. നമ്മൾ iPhone 14 Pro Maxുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സൈസ് ആക്ച്വലി സെയിം തന്നെയാണ്. പക്ഷേ വെയിറ്റ് വന്നിട്ട് നല്ല കുറവാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു 200 grams ഒക്കെ വരുന്നുള്ളൂ. ഇനി നമ്മൾ iPhone 14 Plusൻ്റെ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൊട്ടക്ഷൻ നോക്കുമ്പം സെറാമിക് ഷീൽഡ് പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ചെറിയ സ്ക്രാച്ചസ് ഒന്നും നിക്സ് ഒന്നും ഒക്കെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ് വിത്ത് സൂപ്പർ റെറ്റിന XDR. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഇതിൽ 12 MP ട്രൂ ഡെപ്ത് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. iPhone 14 Proയിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഡൈനാമിക് ഐലൻഡ് ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടില്ല. നോച്ച് ഡിസ്പ്ലേ ആണ്, ബട്ട് കമ്പാരിറ്റീവ്ലി ചെറിയ നോച്ചാണ്. ഇനിയാണ് നമ്മൾ iPhone 14 Plusൻ്റെ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാൻ പോകുന്നത് റിഫ്രഷിംഗ് റേറ്റ്. iPhone 14 Plusൽ 60 Hz റിഫ്രഷിംഗ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രൊമോഷൻ 120 Hz കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ വിവോ V23 Pro ഉണ്ട്. അതിൽ 120 Hz ആണ് റിഫ്രഷിംഗ് റേറ്റ്. അതിൽ കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ പെർഫോമൻസ് സ്മൂത്ത് ഫംഗ്ഷനിങ് ആണ് iPhone 14 Plusൽ 60 Hz നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ബേസിസിലാണ് ആപ്പിൾ അവകാശപ്പെടുന്നത് ഇതുവരെ റിലീസായിട്ടുള്ള ഐഫോൺ മോഡൽസിൽ വെച്ചിട്ട് ഈ iPhone 14 Plusനാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത്. 4325 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 20 വാട്ടിൻ്റെ നോർമൽ ചാർജിങ്ങും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആപ്പിൾ അവകാശപ്പെടുന്നത് 26 hours കണ്ടിന്യൂസ് വീഡിയോ പ്ലേബാക്ക് ഇത് തരുന്നുണ്ട് എന്നാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു റിയൽ ലൈഫ് ഈ 1 വീക്ക് എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ സിംഗിൾ ചാർജിങ്ങിൽ ഫുൾ ചാർജ് ചെയ്തിട്ട് മിനിമൽ യൂസേജിൽ, അതായത് നോർമൽ യൂസേജിൽ 2 ദിവസം വരെ ബാറ്ററി ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐഫോൺസിൻ്റെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഐഫോൺസിൻ്റെ വീഡിയോ ക്ലാരിറ്റി. അതിലൊരു കോംപ്രമൈസും ഇല്ല. അതുപോലെ തന്നെയാണ് iPhone 14 Plusൽ നോർമൽ വീഡിയോ ഷൂട്ടിങ്ങിൽ ആക്ഷൻ മോഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിട്ട് നമുക്ക് ഹൈലി സ്റ്റെബിലൈസ്ഡ് വീഡിയോസ് കിട്ടും. പിന്നെ ഉള്ളത് സിനിമാറ്റിക് മോഡാണ്. അതിൽ വന്നിട്ട് സബ്ജക്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഹൈ ക്ലാരിറ്റി വീഡിയോസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് സിനിമാറ്റിക് മോഡിലും ആക്ഷൻ മോഡിലും ഒക്കെ എടുത്ത കുറച്ച് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. iPhone 14 Plusൽ എന്നെ ഇംപ്രസ് ചെയ്തൊരു
ഫീച്ചറാണ് ക്രാഷ് ഡിറ്റക്ഷൻ ഫീച്ചർ. അതായത് നമ്മളിപ്പോൾ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് നമുക്കൊരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ iPhone 14 പ്ലസിലെ ഹാർഡ്വെയർ സെൻസേഴ്സും അഡ്വാൻസ്ഡ് മോഷൻ അൽഗോരിതം സഡൻ സ്പീഡ് ചേഞ്ചസും ഡയറക്ഷൻ ചേഞ്ചസും ക്യാബിൻ പ്രഷറിലുള്ള വേരിയേഷനൊക്കെ സെൻസ് ചെയ്തിട്ട് എമർജൻസി സർവീസസിനൊക്കെ കോൾ ഇനീഷ്യേറ്റ് ചെയ്യും. പോരാതെ നമ്മളെ ഫോണിൽ സേവ് ആയിട്ടുള്ള എമർജൻസി കോൺടാക്ട്സിനൊക്കെ നോട്ടിഫിക്കേഷനും സെൻഡ് ചെയ്യും. ഇത് എത്രത്തോളം പോസിബിൾ ആണ്, എത്രത്തോളം പ്രാക്ടിക്കലി ഫംഗ്ഷനിങ് ആണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. ബട്ട് സ്റ്റിൽ ഇത് അറിഞ്ഞിടത്തോളം ഇറ്റ്സ് എൻ അമേസിംഗ് ഫീച്ചർ. So before winding up, I would like to tell you why we choose iPhone 14 Plus. ഇപ്പം ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരാണ്, ഞങ്ങളെപ്പോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും ഷോർട്സും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ എടുക്കുന്ന വീഡിയോസ് നമ്മൾ എത്ര തന്നെ എഡിറ്റ് ചെയ്ത് എഫക്റ്റ് ഒക്കെ കൊടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലും ആ സെയിം ക്ലാരിറ്റിയിൽ നമുക്ക് അപ്ലോഡായി കിട്ടാറില്ല. പക്ഷേ ഐഫോണിന് അങ്ങനെ ഒരു പരാതിയില്ല. ഈ ഒരു ഫോണിൽ എടുക്കുന്ന എല്ലാ വീഡിയോസും നമുക്ക് അതേ ക്ലാരിറ്റിയിൽ തന്നെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലത്തെ 1 lakh ബിലോ റേഞ്ചുള്ള ഒരു ഫോണാണ് നോക്കുന്നതെങ്കിൽ കമ്പയറിംഗ് ടു S23, Google Pixel 7 Pro, it's a big display, good battery, best for video, high performance, premium quality phone. You can definitely go for iPhone 14 Plus. So that's all for today guys. ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bytz. Bye bye.